പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 8 ചാപ്റ്റർ 1 പേജ് നമ്പർ 10 ഫിഗർ ഇറ്റ് ഔട്ടിലെ ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 6ഉമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് 4, 9 ആൻഡ് 10. അപ്പോൾ 4 കൊണ്ടും 9 കൊണ്ടും 10 കൊണ്ടും ഡിവിസിബിളായ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന സ്ക്വയർ നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഈ 3 നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്ക്വയർ നമ്പർ ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. 4ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും LCM നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? ദി LCM ഓഫ് 4, 9 ആൻഡ് 10 ഈസ് എത്രയാണ് എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 4, 9, 10 നമ്മൾ 3 നമ്പറും കൂടെ ചേർത്ത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് LCM ആയതുകൊണ്ട് നമുക്ക് 3 എണ്ണത്തിലും വരുന്ന ഫാക്ടേഴ്സ് മാത്രമേ എഴുതാവൂ എന്നില്ല. അതേസമയം HCF ആണെങ്കിൽ അങ്ങനെ മാത്രം 3നും വരുന്ന ഫാക്ടർ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം 2 കൊണ്ട് ചെയ്യുന്നു. 2 2s are 4. 9 ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 9 അതുപോലെ എഴുതുന്നു. 5 2s are 10. ഇനി വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1, ഇതിനെ രണ്ടിനെയും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് നമ്മൾ അതേപോലെ എഴുതുന്നു. ഇനി അടുത്തത് 3 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 1, 3 3s are 9, 5. അഗെയിൻ 3, 1 1 5. ഇനി നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 1 1 1. അപ്പോൾ എന്ത് വരും? 2 2s are 4, 4 3s are 12, 12 3s are 36, 36 into 5. 6 5s are 30, 5 3s are 15 plus 3 18, 180. LCM നമുക്ക് 180 എന്ന് കിട്ടി. അപ്പോൾ 4ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും കൂടെ LCM നമുക്ക് 180 എന്ന് കിട്ടി. ഈ LCM ആണ് ഈ 3 നമ്പർ വെച്ചും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത്. ദ സ്മോളസ്റ്റ് നമ്പർ, സ്ക്വയർ നമ്പർ അല്ല. സ്ക്വയർ നമ്പർ ആണോ എന്ന് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 180 നമുക്ക് 4 കൊണ്ടും 9 കൊണ്ടും 10 കൊണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 180 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? അപ്പോൾ 180 ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 180 എന്ന് പറയുന്നത് ഈ 5 നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതാണല്ലേ. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ എന്താകണം? കറക്റ്റ് പെയർ കാണണം അല്ലേ. ഒരേപോലത്തെ നമ്പേഴ്സ് 2 ടൈംസ് കാണണം. അപ്പോൾ അതാ ഇവിടെ 2 2 ടൈംസ് ഉണ്ട്, 3 2 ടൈംസ് ഉണ്ട്. പക്ഷേ 5ന് എന്തില്ല? 5ന് പെയറില്ല അല്ലേ. 5 ഹാസ് നോ പെയർ. പെയർ ഇല്ലാത്തത് കൊണ്ട് സോ 180 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്ക്വയർ നമ്പർ ആകണമെങ്കിൽ നമുക്ക് എല്ലാ നമ്പേഴ്സിനും കറക്റ്റായിട്ട് പെയർ വേണം. പക്ഷേ നമുക്കിവിടെ 5ന് പെയറില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം? പെയർ കൊടുത്തിട്ട് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. ടു മേക്ക് ഇറ്റ് എ perfect square we multiply it by 5. അപ്പോൾ എന്ത് വരും? 180 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു നമുക്ക് 900 എന്ന് കിട്ടും. ഹെൻസ് ദ റിക്വയർഡ് സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ ഈസ് 900. മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. 4 കൊണ്ടും 9 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ 4ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും കൂടെ LCM കണ്ടുപിടിക്കുന്നു. LCM കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 180 എന്ന് കിട്ടി. അതായത്
4 കൊണ്ട് 9 കൊണ്ടും 10 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ കിട്ടി. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കിയപ്പം 5-ന് എന്തില്ല, പെയറില്ല. പെയർ ഇല്ലാത്തത് കൊണ്ട് ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു 5 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ പെയർ ആക്കണം. അതിനുവേണ്ടി നമ്മൾ 5 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 900 എന്ന് കിട്ടി. ആ 900 ആണ് ഇവിടുത്തെ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നിങ്ങൾ LCM കണ്ടുപിടിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 നമ്പറിനും കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ കൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ HCF ആണെങ്കിൽ നമ്മൾ ഒരുമിച്ച് എഴുതി ചെയ്യുമ്പോൾ 3 നമ്പറിനും വരുന്ന ഫാക്ടർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. LCM നിങ്ങൾക്ക് ഈ മെത്തേഡിൽ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. അടുത്ത 6th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 9408 മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് സോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന 9408 എന്ന് പറയുന്ന നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു അല്ലേ, ആ സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഈ 9408നെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ നമ്പറിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടും അല്ലേ, ആ പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ടും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുമ്പം പെയർ ഇല്ലാതെ വരുന്ന നമ്പർ ഏതാണോ ആ നമ്പർ കൊണ്ടായിരിക്കണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ 9408നെ നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 4 2s are 8, 9 minus 8 is 1. ഇപ്പോൾ ഇവിടെ 14 ആയി. 7 2s are 14, 0, 4 2s are 8. Again 2 2s are 4, 3 2s are 6, 7 minus 6 is 1. ഇവിടെ 10 ആവും. 5 2s are 10, 2 2s are 4. Again 2, 1 2s are 2. ഇവിടെ 1, 3 minus 2 is 1, 15 ആയി. 7 2s are 14, 15 minus 14 is 1. 6 2s are 12. Again 2, 5 2s are 10, 11 minus 10 is 1. അപ്പോൾ ഇവിടെ 17 ആയി. 8 2s are 16, 17 minus 16 is 1. ആ 1 ഇവിടെ കൊടുക്കുമ്പോൾ വീണ്ടും 16 ആയി. 8 2s are 16. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ അതാദ്യം പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിവിഷൻ ചെയ്ത് നോക്കി എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ കുറേ ടൈം വേസ്റ്റ് ആകും. അതാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് എഴുതുന്നത് കേട്ടോ. അഗെയിൻ 2 2s are 4, 5 minus 4 is 1. ആ 1 നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇത് 18 ആയി. 9 2s are 18, 4 2s are 8. Again 2, 1, 4 2s are 8, 9 minus 8 is 1. ആ 1 ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ 7 2s are 14. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 4 3s are 12, 14 minus 12 is 2. ഇവിടെ 2 കൊടുത്തു. 9 3s are 27. ഇനി 7 കൊണ്ട് ചെയ്യാം. 7 7s are 49, 7 1. അപ്പോൾ നമുക്ക് 9 4 0 8നെ ചെയ്തപ്പോൾ എന്ത് കിട്ടി, 2 എത്ര ടൈംസ് ഉണ്ട്, 1 2 3 4 5 6. 1 2 3 4 5 6. അടുത്തത് 3 × 7 × 7. അപ്പോൾ നോക്കിയാൽ പെയറായിട്ടാണോ നമുക്ക് കിട്ടിയെന്നുള്ളത് നോക്കാം. 2 × 2, 2 × 2, 2 × 2, 7 × 7. എന്തിനു മാത്രം പെയറില്ല, 3ക്ക് ഇവിടെ പെയറില്ല അല്ലേ. 3 ഹാസ് നോ പെയർ. അപ്പോൾ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ? 3ക്ക് പെയറില്ല. 3ക്ക് പെയർ വന്നാൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പോൾ നമ്മൾ 3 കൊണ്ടാണ്
മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 3 ഹാസ് നോ പെയർ, സോ 9408 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളതിന് ഞാൻ PS എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് എഴുതാൻ പോയാൽ ടൈം വേസ്റ്റ് ആവും, അതുകൊണ്ടാണ്. ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ വി മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3. Therefore 9408 into 3 is equal to എന്ത് വരും? 9408 into 3. 8 3s are 24. 2 4 3s are 12. 9 3s are 27 plus 1 28. അപ്പോൾ 2 8 2 2 4 എന്ന് നമുക്ക് കിട്ടി, വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നോക്കിയേ 2 8 2 2 4. അപ്പോൾ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടി? 28,224 എന്ന് കിട്ടി. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 3 ആണ് സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി നമ്മളവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഈ പ്രൊഡക്റ്റിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് റൂട്ട് 28,224 കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3ക്ക് നമ്മൾ 3 കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത് അല്ലേ. ഇൻറ്റു 7 ഇൻറ്റു 7. അതായത് ഇതാ ഈ തന്നിരിക്കുന്നതിൻ്റെ കൂടെ ഒരു 3യും കൂടെ ഇട്ടിട്ട് നമ്മളിവിടെ എഴുതി. ഇസ് ഈക്വൽ ടു, ഇനി ഈ പെയർ ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓരോന്ന് വെളിയിലെടുക്കും. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7. ഇതിൽ നിന്ന് ഒരു 2 വെളിയിലെടുത്തു, ഇതിൽ നിന്ന് ഒരു 2 വെളിയിലെടുത്തു, ഇതിൽ നിന്നൊരു 2 എടുത്തു, ഇതിൽ നിന്നൊരു 3 എടുത്തു, ഇതിൽ നിന്നൊരു 7 എടുത്തു. എല്ലാം കൊണ്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4, 4 2s are 8, 8 3s are 24, 24 ഇൻറ്റു 7 168. ഇപ്പോൾ റൂട്ട് 28,224 എന്ന് പറയുന്നത് എന്താണ്? 168 ആണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 6ഉം കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം.